അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറേ ഓഫ് എൻ പോയിൻറ്റ് സോഴ്സസിലെ കേസ് 1 ബ്രോഡ് സൈഡ് അറേയുടെ റേഡിയേഷൻ പാറ്റേൺ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡയറക്ഷൻ ഓഫ് മേജർ ലോബ്, ദെൻ മൈനർ ലോബ് മാക്സിമ, മൈനർ ലോബ് മിനിമ, ദെൻ ഹാഫ് പവർ ബീം വിഡ്ത്ത്, ഇത്രയും സംഭവങ്ങൾ കണ്ടുപിടിച്ചു. ദെൻ സ്മോൾ ലെറ്റർ n = 4, അതായത് 4 പോയിൻറ്റ് സോഴ്സസിൻ്റെ റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത കേസ് 2 എന്ന് പറയുന്നത് എൻഫയർ അറേയാണ്. അറേ ഓഫ് എൻ പോയിൻറ്റ് സോഴ്സസിൽ തന്നെ കേസ് 2 എന്ന് പറയുന്നത് എൻഫയർ അറേ. എൻഫയർ അറേയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫോർ എൻ അറേ ടു ബി എൻഫയർ psi ഷുഡ് ബി ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു 0 ആൻഡ് 180 ഡിഗ്രി. ഓക്കെ, അറേ എൻഫയർ ആവാനുള്ള കണ്ടീഷൻ എന്താ? psi ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു 0 ആൻഡ് 180 ഡിഗ്രി. ഓക്കെ, psi 0 ആവുന്ന കേസിൽ നമുക്കറിയാം, ഇഫ് psi ഈക്വൽ ടു 0 തീറ്റ ഈക്വൽ ടു 0 ദെൻ ആൽഫയുടെ വാല്യൂ എന്താ കിട്ടുക? വി ഹാവ് psi ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ പ്ലസ് ആൽഫ. ഇക്വേഷൻ നമുക്കറിയാലോ. അപ്പോൾ psi 0 ആണ്, തീറ്റ 0 ആണെങ്കിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു മൈനസ് ബീറ്റ ഡി എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് psi ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു പ്ലസ് ബീറ്റ ഡി എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഫോർ എൻ എൻഫയർ അറേ ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി. അപ്പം നമ്മൾ എൻഫയർ അറേയുടെ കേസിൽ 2 പോയിൻറ്റ് സോഴ്സിൻ്റെ കേസിൽ നമ്മൾ ആൽഫ ഈക്വൽ ടു 180 ഡിഗ്രി എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിനെ ജനറൽ എക്സ്പ്രഷൻ വെച്ചിട്ട് ആൽഫയുടെ ജനറൽ എക്സ്പ്രഷൻ, കാരണം ഇവിടെ n പോയിൻറ്റ് സോഴ്സസ് ഉണ്ട്, അവിടെ 2 സോഴ്സസ് മാത്രം ആവുക കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 180 ഡിഗ്രി എന്ന് പറയാമായിരുന്നു. കാരണം സെക്കൻഡ് സോഴ്സ് വിൽ ബി ഔട്ട് ഓഫ് ഫേസ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ 2 സോഴ്സ് അല്ല n സോഴ്സസ് ഉണ്ട്, അതുകൊണ്ട് ആൽഫയുടെ ജനറൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ദെൻ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ഡിയുടെ വാല്യൂ അനുസരിച്ചിട്ട് ആൽഫയുടെ വാല്യൂ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം? മേജർ ലോബ് ഡയറക്ഷനും മൈനർ ലോബ് ഡയറക്ഷനും എല്ലാം കണ്ടുപിടിക്കാനും. ഓക്കെ, ദെൻ അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനും ഡയറക്ഷൻ ഓഫ് മേജർ ലോബ്. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ വരുന്നത്? എൻഫയർ അറേയുടെ കേസിൽ psi ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു 0 ആൻഡ് 180 ഡിഗ്രി, ഇതാണ് കണ്ടീഷൻ വരുന്നത്. ആദ്യം നമ്മൾ മേജർ ലോബ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നു. മേജർ ലോബ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മേജർ ലോബ് മാക്സിമ, മേജർ ലോബിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫോർ മാക്സിമ psi ഈക്വൽ ടു 0 ആൻഡ് ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി. ഓക്കെ, മറ്റേ കേസിൽ ബ്രോഡ് സൈഡ് അറേയുടെ കേസിൽ നമ്മൾ psi ഈക്വൽ ടു 0 ആൻഡ് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എടുത്തായിരുന്നു. ഇവിടെ ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി. ഓക്കെ, അപ്പോൾ ആൽഫയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ, ദാറ്റ് മീൻസ് കോസ് തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, ദാറ്റ് ഈസ് തീറ്റ മേജർ ഈക്വൽ ടു 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഇത് നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. കാരണം എന്തായിരിക്കും? എൻഫയർ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അലോങ് ദ ഡയറക്ഷൻ ഓഫ് അറേ ആക്സിസ്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് മേജർ ലോബിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത്, 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഇനി അടുത്തൊരു ഡയറക്ഷൻ ഓഫ് മൈനർ ലോബ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് മൈനർ ലോബിൽ 2 കേസ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് മൈനർ ലോബ് മാക്സിമ ആൻഡ് മൈനർ ലോബ് മിനിമ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മൈനർ ലോബ് മാക്സിമ കണ്ടുപിടിക്കണം. ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ച പോലെ തന്നെ, അതായത് ഫസ്റ്റ് കേസിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇനോം ഈക്വൽ ടു സൈൻ എൻ സൈ ബൈ 2 ഡിവൈഡ് ബൈ n ഇൻറ്റു സൈൻ സൈ ബൈ 2 ആണെന്ന് അറിയാം. ഫോർ മൈനർ ലോബ് മാക്സിമ എന്ത്? അവിടെ നമ്മൾ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? ന്യൂമറേറ്റർ ഷുഡ് ബി മാക്സിമം ആൻഡ് ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 അല്ലേ? ന്യൂമറേറ്റർ മാക്സിമം ആവുന്ന എപ്പോഴാണ്? സൈൻ എൻ സൈ ബൈ 2 1 ആവുന്ന കേസിൽ, അതാണ് അതിൻ്റെ മാക്സിമം വാല്യൂ. ആൻഡ് ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി 0 മീൻസ് സൈൻ സൈ ബൈ 2 ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എൻ സൈ ബൈ 2 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എപ്പോഴാണ് 1 വരുന്നത്? പ്ലസ് ഓർ മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2 വേർ ക്യാപിറ്റൽ N ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഓക്കെ, ഇതിൽ നിന്ന് സൈഡ് എക്സ്പ്രഷൻ കിട്ടും, psi ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n പ്ലസ് 1 പൈ ഡിവൈഡ് ബൈ n കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി സൈഡ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ, സൈഡ് എക്സ്പ്രഷൻ നമുക്ക് ജനറൽ എക്സ്പ്രഷൻ അറിയാം, psi ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ പ്ലസ് ആൽഫ ആണെന്നുള്ളത് നമുക്കറിയാം. വേറെ ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി ആണെന്നും അറിയാം അല്ലേ? കാരണം എൻഫയർ അറേയുടെ കേസിൽ ആൽഫ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി ആണ്. ദാറ്റ് മീൻസ് psi ഈക്വൽ ടു ബീറ്റ ഡി കോസ് തീറ്റ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഡി. ഓക്കെ,
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സൈഡ് വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയിരുന്നു സൈ ഈക്വൽ ടു +or-2n+1 പൈ ഡിവൈഡ് ബൈ എന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, +or-2n+1. ഇനി എന്ത് ചെയ്യാം? ഇതിപ്പോൾ എഴുതിയത് ഇങ്ങനെ താഴെ ആവുക കാരണമാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. സൈ ഈക്വൽ ടു 2 ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് βd cos θ +or-βdയും ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയ സൈഡ് ഇക്വേഷൻ ദാറ്റ് ഈസ് +or-2n+1 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഈ 2 ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്ന ഏതാ? തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തീറ്റയ്ക്ക് തീറ്റ മാക്സ് ഓഫ് മൈനർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് എന്താ? βd രണ്ടിടത്തും കോമൺ ഉണ്ട് ഇവിടെ. ഓക്കെ, βd ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും? ബ്രാക്കറ്റിനകത്ത് cos തീറ്റ മാക്സ് ഓഫ് മൈനർ +or-1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS അതുപോലെ തന്നെ വരും. ദെൻ cos തീറ്റ മാക്സ് +or-1 ഈ ടേം മാത്രം എന്ത് വരും? βdനെ RHSലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ βdനെ RHSലോട്ട് കൊണ്ടുപോവുക, ഇതിനെ RHSലോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ കിട്ടും. ദെൻ ഈ +or-നെ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. +or- റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ദെൻ തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബിൻ്റെ ഇക്വേഷൻ എഴുതി. തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബ് എന്താ? കോസ് ഇൻവേഴ്സ്, കോസിനെ ഇൻവേഴ്സ് ഇപ്പുറത്തോട്ട് കൊണ്ട് കോസ് ഇൻവേഴ്സ് +or-2n+1 പൈ ഡിവൈഡ് ബൈ n βd +or-. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഈ +or- RHSലോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഉള്ളത് എന്തായിരിക്കും? മൈനസ് ആവും, മൈനസ് ഉള്ളത് എന്താവും? പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് പ്ലസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. ഇവിടെ +or- ഉള്ളത് RHSലോട്ട് വരുമ്പോൾ മൈനസ് ഉള്ളത് പ്ലസ് വരും, പ്ലസ് ഉള്ളത് മൈനസ് വരും. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഇതാ ഇതുപോലെ കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇതാണ് തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ഡയറക്ഷൻ ഓഫ് മൈനർ ലോബ് മിനിമ. ഓക്കെ, മൈനർ ലോബ് മിനിമ. മൈനർ ലോബ് മിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമ കണ്ടുപിടിക്കണം. മിനിമ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഈ നോം ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ നോം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ നോം എപ്പോഴാണ് 0 ആവുന്നത്? ന്യൂമറേറ്റർ ഈക്വൽ ടു 0 അല്ലേ? ദാറ്റ് ഈസ് sin nψ/2 ഈക്വൽ ടു 0. അതിനകത്തുനിന്ന് സൈഡ് ഇക്വേഷൻ കിട്ടി. സൈ ഈക്വൽ ടു +or-2n π/, സ്മോൾ ലെറ്റർ n എന്ന് കിട്ടും. വേർ ക്യാപിറ്റൽ N ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് വരുന്നത്. ദെൻ വി ഹാവ് സൈ ഈക്വൽ ടു എഗെയിൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ സൈ ഈക്വൽ ടു βd cos θ പ്ലസ് ആൽഫയാണ്. വേർ ആൽഫ ഈക്വൽ ടു +or-βd. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 ഇക്വേഷൻസും കൂടി ഇക്വേറ്റ് ചെയ്തു. βd കോമൺ ആയിട്ട് എടുത്തു. ദെൻ βdനെ RHSലോട്ട് കൊണ്ടുപോയി. അടുത്തത് നമുക്കെന്താ? +or-1നെ RHSലോട്ട് കൊണ്ടുവന്നു. അതാണ് ഈ സ്റ്റെപ്പിൽ കാണിക്കുന്നത്. ദെൻ തീറ്റ മിനിമ ഓഫ് മൈനർ കോസ് ഇൻവേഴ്സ് +or-2n π/, n βd -1 +1. ഓക്കെ, +or-1 അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞ കേസ് 1 ചെയ്ത പോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം ഇതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ Nൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ദെൻ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഇൻ അറേ. അപ്പോൾ let us assume that n equal to 4 and d is the distance between adjacent point sources, that is d equal to λ/2, assuming d equal to λ/2. ഇനി എന്ത് ചെയ്യണം? ടു ഫൈൻഡ് മൈനർ ലോബ് മാക്സിമ. മൈനർ ലോബ് മാക്സിമ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം അതിൻ്റെ ഇക്വേഷൻ, മൈനർ ലോബ് മാക്സിമയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ എഴുതി അതിനകത്ത് സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 4, d ഈക്വൽ ടു λ/2 ആൻഡ് ബീറ്റ ഈക്വൽ ടു 2π/λ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ കേസ് 1 പറഞ്ഞ അതേപോലെ തന്നെ. ദെൻ ആദ്യം ക്യാപിറ്റൽ N ഈക്വൽ ടു 1 എടുക്കുക. ഓക്കെ, ദെൻ തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ കിട്ടും. കോസ് ഇൻവേഴ്സ് +or-1/4 വരും, +or-7/4 1/4 എല്ലാം വരും. ഓക്കെ,
അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് മാത്രം, അതായത് കോസ് ഇൻവേഴ്സ് ഇവിടെ ഇങ്ങനെ വരുന്നത് കോസ് ഇൻവേഴ്സ് +or-3/4 +or-1 ആണ് വരുന്നത്. അപ്പോൾ +3/4 +1ഉം +3/4 -1 -3/4 +1ഉം -3/4 -1. അങ്ങനെ 4 കേസസ് വരും. അതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരൊറ്റ കേസേ വരുന്നുള്ളൂ, കോസ് ഇൻവേഴ്സ് +1/4ഉം കോസ് ഇൻവേഴ്സ് -1/4 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ വാല്യൂസ് ഇത് കിട്ടും 104.472 75.52. ഓക്കെ, ഇതാണ് മൈനർ ലോബിൻ്റെ തീറ്റ മാക്സ് ഓഫ് മൈനർ ലോബിൻ്റെ 2 വാല്യൂസ് കിട്ടുന്നത് ഫോർ ക്യാപിറ്റൽ N = 1. ദെൻ എഗെയിൻ ക്യാപിറ്റൽ N = 2 ചെയ്ത് നോക്കുക, അപ്പോഴും കിട്ടുന്ന വാല്യൂസ് ഇതാണ് 75.52 104.47 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 2 കേസസ് ചെയ്ത് നോക്കി. ബാക്കിയുള്ളത് ഇനി അങ്ങോട്ട് N = ഹയർ വാല്യൂസ് വരും, N = 3, 4 എന്ന് പറഞ്ഞാൽ ഹയർ വാല്യൂസ് വരുമ്പോൾ നമുക്കധികം നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പോൾ മൈനർ ലോബ് മാക്സിമയുടെ ഡയറക്ഷൻസ് കിട്ടി. ഇനി അടുത്തത് ടു ഫൈൻഡ് ദ മൈനർ ലോബ് മിനിമ ഡയറക്ഷൻ. അപ്പോൾ മൈനർ ലോബ് മിനിമ കണ്ടുപിടിക്കണമെങ്കിൽ കേസ് 1 പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ആദ്യം തീറ്റ മിനിമ ഓഫ് മൈനർ ലോബിൻ്റെ ഇക്വേഷൻ എഴുതി ക്യാപിറ്റൽ N = 1 കൊടുക്കുക. ദെൻ ആംഗിൾസ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ N = 1 കൊടുക്കുമ്പോൾ 120 ഡിഗ്രിയും 60 ഡിഗ്രിയാണ് കിട്ടുന്നത്. ദെൻ ഫോർ ക്യാപിറ്റൽ N = 2 90 ഡിഗ്രി 270 ഡിഗ്രി കിട്ടും. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അത് നിങ്ങൾ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത്രയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യണം. റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം മേജർ ലോബ്സ് വരയ്ക്കണം അല്ലേ. ആക്സിസ് വരച്ചു, മേജർ ലോബ്സ് വരയ്ക്കുക. മേജർ ലോബ്സ് ഏതൊക്കെ ഡയറക്ഷനിലാണ് നമ്മൾ ഫസ്റ്റിൽ അലോങ് 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി എന്നുള്ളത് നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മൈനർ ലോബ് മാക്സിമാസ് എന്ന് പറയുന്നത് നമുക്ക് 75 ഡിഗ്രിയും 104.47 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പിന്നെ കൗണ്ടറും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 75 ഡിഗ്രിയിലൂടെയും 104.47 ഡിഗ്രിയിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ലൈൻ വരച്ചിട്ട് ഇതാ മേജർ ലോബിനേക്കാളും ചെറിയ ലോബ്സ് വരയ്ക്കുക. ദെൻ മൈനർ ലോബ് മിനിമയുടെ ഡയറക്ഷൻസ് നമുക്ക് ഏതൊക്കെ 60 ഡിഗ്രി 120 ഡിഗ്രി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ 90 ഡിഗ്രി 270 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി 270 ഡിഗ്രി അതിൽ നൾസ് മാർക്ക് ചെയ്യുക, ഓരോ ഡോട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. ഇത്രയാണ് റേഡിയേഷൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇതുപോലെ വരും റേഡിയേഷൻ പാറ്റേൺ. ദെൻ ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നള്ളിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നള്ളിൻ്റെ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഇൻ കേസ് വല്ല പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇക്വേഷൻ മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ഇത് ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നൾ ഓഫ് എൻഫയർ അറേസ് +or-114.6 square root of 2 divided by L by lambda in degree, where L = n-1 into d, which is approximately equal to nd, where n is small letter n എന്ന് പറയുന്നത് എന്താ, number of elements in the array. ഓക്കെ, ദെൻ അടുത്തത് കേസ് 3 എന്ന് പറഞ്ഞു വരുന്നത്. കേസ് 3 എന്ന് പറയുന്നത് Endfire array with increased directivity. അതിൻ്റെ വേറൊരു പേരാണ് ഹാൻസൺ വുഡിയാർഡ് Endfire array. അപ്പോൾ Endfire arrayനെയാണ്, അതായത് Endfire array ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അലോങ് ദ അറേ ആക്സിസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ അതിൻ്റെ ഡയറക്റ്റിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് വലിയ ഡെറിവേഷൻസ് ഒന്നും പഠിക്കാനില്ല, നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ആണ് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. ഇൻ ദ കേസ് ഓഫ് എൻ ഓർഡിനറി Endfire array, മാക്സിമം റേഡിയേഷൻ ഈസ് ഡയറക്റ്റഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ array, ദാറ്റ് ഈസ് along theta = 0 and theta = 180 by allowing the progressive phase shift of alpha between elements, that is equal to alpha = ± beta d. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. This will not give maximum directivity. ഓക്കെ, നമുക്ക് ഒരു ആൻറ്റിനയുടെ ഫംഗ്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഡിസൈഡ് ഡയറക്ഷനിൽ മാക്സിമം റേഡിയേഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓർഡിനറി Endfire array ആണെങ്കിൽ അത് ദാറ്റ് വിൽ നോട്ട് ഗീവ് മാക്സിമം ഡയറക്റ്റിവിറ്റി. Therefore, in order to increase the directivity of an Endfire array without destroying the other characteristics, the phase shift between
ക്ലോസ്ലി സ്പേസ്ഡ് എലമെൻറ്റ്സ് ആൽഫ ഈസ് മോഡിഫൈഡ് ആസ്. ആൽഫേനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുന്നു. ആൽഫ എന്ന് പറയുന്നത് നേരത്തെ +or-βd ആയിരുന്നു. അതിന് പകരം ആൽഫേനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. ഈക്വേഷൻ ഇതുപോലെ പഠിച്ചു വെക്കുക. ആൽഫ ഈക്വൽ ടു -βd പ്ലസ് 2.94 divided by n, that is approximately equal to minus of beta d plus pi divided by n for maximum in theta equal to 0 degree and alpha equal to plus beta d plus 2.94 divided by n, that is approximately equal to beta d plus pi divided by n for maximum in theta equal to 180 degree. അതായത് 2.94 എന്ന് പറയുന്നതിന് നമ്മളെ പൈ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്തു. അതായത് 3.14 അല്ലേ പൈയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ മോഡിഫൈ ചെയ്യുന്നത്? +or-βd ആയിരുന്നു. അപ്പോൾ βdയുടെ കൂടെ ഒരു ടേം കൂടി നമ്മൾ ആഡ് ചെയ്തു. എന്താണ്? പൈ ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. അപ്പോൾ -βd plus pi by n എപ്പോഴാണ് നമുക്ക് മാക്സിമം എലോങ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ആൻഡ് പ്ലസ് ഓഫ് βd plus pi by n ആണ് എപ്പോൾ ഫോർ മാക്സിമം ഇൻ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മൾ മേജർ ലോബ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, മറ്റത് ബൈ ഡയറക്ഷണൽ മേജർ ലോബ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സിംഗിൾ ഡയറക്ഷനിലുള്ള മേജർ ലോബ് ആയിരിക്കും. ഇൻ ഓർഡർ ടു realize the increased directivity due to the above condition, the value of the phase difference psi should have the following conditions. Okay, അപ്പോൾ നമ്മൾ ആൽഫയുടെ കാര്യം പറഞ്ഞു. ദെൻ അടുത്തത് സൈയുടെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫോർ മാക്സിമ ഇൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി സൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് βd cos തീറ്റ പ്ലസ് ആൽഫ വേർ തീറ്റ ഈക്വൽ ടു 0 which is approximately equal to pi by n for maxima along theta equal to 0 degree and magnitude of psi equal to beta d. psi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം βd cos theta plus or minus alpha എന്ന് പറഞ്ഞിട്ട് plus or minus βd or βd cos theta plus alpha എന്ന് നമുക്കറിയാം. where theta equal to 180 degree equal to pi for maximum along theta equal to 180 degree. okay, അതായത് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐദർ 0 ആവാം അല്ലെങ്കിൽ 180 ഡിഗ്രി ആവാം. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ ഷുഡ് ബി ഈക്വൽ ടു പൈ ബൈ n ഫോർ മാക്സിമം അലോങ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആൻഡ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ ഈക്വൽ ടു പൈ ഫോർ മാക്സിമം അലോങ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ അടുത്ത് പറയുന്നത് ഫോർ മാക്സിമം ഇൻ theta equal to 180 degree magnitude of psi should be equal to നേരെ തിരിച്ച് pi by n for maximum along theta equal to 180 degree and magnitude of psi equal to pi for maximum along theta equal to 0 degree. അതായത് ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ ആൽഫയുടെ ഫോർ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആൻഡ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയുന്നത് തൊട്ട് മുന്നേ പറഞ്ഞ ആൽഫയുടെ രണ്ട് കണ്ടീഷൻസാണ്. ആൽഫ ഈക്വൽ ടു ഒരെണ്ണം മൈനസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വന്നു. അടുത്തത് ആൽഫ ഈക്വൽ ടു പ്ലസ് ഓഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വന്നു. അപ്പോൾ ആൽഫ ഈക്വൽ ടു മൈനസ് ഓഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം അലോങ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ പൈ ബൈ n ആയിരിക്കണം. ഫോർ മാക്സിമം അലോങ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പൈ ആയിരിക്കണം. ദെൻ ആൽഫ ഈക്വൽ ടു പ്ലസ് ഓഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് അതാണ് ഫോർ മാക്സിമം ഇൻ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫയുടെ കണ്ടീഷനാണ് ഈ ഫസ്റ്റിൽ പറയുന്നത്. ദെൻ ആ സമയത്ത് അതായത് ആൽഫ ഈക്വൽ ടു പ്ലസ് ഓഫ് ബീറ്റ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഇല്ലേ തൊട്ട് മുന്നേ പറഞ്ഞത്. അപ്പോൾ ആ ഇക്വേഷൻ്റെ കേസിൽ പിന്നെ ഫോർ മാക്സിമം അലോങ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ ഈക്വൽ ടു പൈ ബൈ n ആയിരിക്കണം. ഫോർ മാക്സിമം അലോങ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി കിട്ടണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ ഈക്വൽ ടു പൈ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പേസിംഗ് ബിറ്റ്വീൻ ഈച്ച് സോഴ്സ് ഓർ എലമെൻറ്റ് ഷുഡ് ബി d ഈക്വൽ ടു n-1 divided by n into lambda by 4 where n is the number of elements in the array and if array is too large then d approximately equal to lambda by 4. അതായത് too large ആണെങ്കിൽ n-1 by n is approximately equal to n by n. n-1 is approximately equal to n by n, that is equal to 1 വരും.
അപ്പോൾ എന്തായിരിക്കും d equal to λ/4 ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻസ് വരുന്നത്. ദെൻ ഫീൽഡ് പാറ്റേൺ ഓഫ് എൻ Endfire array with n equal to 4, d equal to λ/2 ഉണ്ട്, ആൽഫ equal to -5π/4 ആവുന്ന കേസിലുള്ള ഒരു റേഡിയേഷൻ പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ നമ്മളെ മേജർ ലോബ് വരുന്നത്. ഓക്കെ, അപ്പോൾ യൂണി ഡയറക്ഷണൽ പാറ്റേൺ ആയിട്ട് വരും. അതാണ് ഇൻക്രീസ്ഡ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് അറേ ഓഫ് എൻ പോയിൻറ്റ് സോഴ്സസിലെ 3 കേസസ് വരുന്നത്. ബ്രോഡ് സൈഡ് അറേ, Endfire array വിത്ത് ഇൻക്രീസ്ഡ് ഡയറക്ടിവിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഹാൻസൺ വുഡിയാർഡ് Endfire array. ഓക്കെ.